സ്തുതിച്ചിടുമെന്നും നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. നാശമില്ലാത്തവകാശവും യേശുവിൽ ഭാഗ്യസമൃദ്ധിയും നീതിയിൽ വാഴമൂടിയതും നിൻ മക്കൾക്കും സ്വർഗ്ഗത്തിൽ ലഭിക്കും. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടെ ഈ ആരാധനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഇന്ന് ദൈവ ആരാധനയ്ക്ക് വേണ്ടി ദൈവം നമുക്ക് ജീവനും സുഖവും തന്നതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം പറയാം. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ, എന്നാൽ ഞങ്ങളുടെ വായ് നിന്റെ സ്തുതിയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദിയെങ്കിലും എപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. ഇന്നത്തെ ആരാധനയ്ക്കായി കർത്താവിന്റെ അത്താഴ ശുശ്രൂഷാക്രമത്തിൽ അപ്പം നുറുക്കൽ ഭാഗം ഒഴിച്ചുള്ള ഭാഗങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. പ്രാർത്ഥന. സർവശക്തനായ ദൈവമേ, അവിടത്തേക്ക് സകല ഹൃദയങ്ങളും തുറന്നിരിക്കുന്നവയും സകല ആഗ്രഹങ്ങളും അറിയപ്പെട്ടവയും അങ്ങയിൽ നിന്ന് രഹസ്യങ്ങളൊന്നും മറവല്ലാത്തതുമാകുന്നുവല്ലോ. ഞങ്ങൾ അവിടത്തെ പൂർണ്ണമായി സ്നേഹിപ്പാനും അങ്ങയുടെ പരിശുദ്ധാമത്തെ യോഗ്യമായി മഹത്വപ്പെടുത്തുവാനും അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ നിശ്വാസത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ, നനവുകളെ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം വെടിപ്പാക്കണമേ. ആമേൻ. പ്രാരംഭ സ്തുതികളിൽ നാലാമത്തെ സ്തുതി. അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബഹുമാനവും ബലവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ. കുഞ്ഞാടിന് മഹത്വം ഉണ്ടാകട്ടെ. സിംഹാസനത്തിലിരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ. കുഞ്ഞാടിന് മഹത്വം ഉണ്ടാകട്ടെ. അറുക്കപ്പെട്ടവനെ, നീ നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിൽ നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. നീ യോഗ്യൻ. നമുക്ക് ഒരുമിച്ച് പറയാം. കുഞ്ഞാടിന് മഹത്വം ഉണ്ടാകട്ടെ. രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനം. ആമേൻ. നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും. ആമേൻ. നമ്മുടെ കർത്താവ് പഠിപ്പിച്ച പ്രകാരം ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും ചുരുക്കം നമുക്ക് ശ്രദ്ധിക്കാം. നമ്മുടെ ദൈവമായ കർത്താവായ യേശുക്രിസ്തു അരുളിച്ചെയ്തത് ഇസ്രായേലേ കേൾക്ക. നമ്മുടെ ദൈവമായ കർത്താവ് കർത്താവാകുന്നു.
നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കേണ്ടതാകുന്നു. ഇതാകുന്നു ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തെ അതിനോട് സമം. അതായത് നിന്റെ കൂട്ടുകാരൻ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഇവയിൽ വലുതായി വേറൊരു കൽപ്പനയുമില്ല. ഈ രണ്ട് കൽപ്പനകളിൽ സകലനായ പ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. കർത്താവേ, ഞങ്ങളോടു കരുണയുണ്ടായി ഈ കൽപ്പനയെ കാപ്പാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ വണക്കണമേ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. നമ്മുടെ പാപങ്ങളെ നാം ഏറ്റുപറയുന്നുവെങ്കിൽ ദൈവം നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നുവെന്ന് വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. ദൈവസന്നിധിയിൽ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയാം. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും മടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നൂറും കുറയാതിരുന്നിട്ടില്ല. തിരമാലയിൽ ഈ ചെറുതോണിയിൽ, തിരമാലയിൽ ഈ ചെറുതോണിയിൽ അമരത്തിനരികെ അവനുള്ളതാ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നൂറും കുറയാതിരുന്നിട്ടില്ല. നമ്മുടെ പാപങ്ങളെ കുറിച്ച് നേരായും താല്പര്യമായും മാനസാന്തരപ്പെട്ട് നമ്മുടെ കൂട്ടുകാരോട് പ്രിയവും സ്നേഹവുമായിരുന്നു ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് മേലാൽ അവന്റെ വിശുദ്ധ വഴികൾ കൂടെ നടന്നുകൊണ്ടും പുതിയ ജീവിതം നയിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്ന നമ്മൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം അവനോട് പുതുതായി നിരപ്പാക്കപ്പെടേണ്ടതിന് സർവശക്തനായ ദൈവത്തോട് താഴ്മയായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറവിൻ. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് നമ്മുടെ പാപം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥപിതാവേ, ഞങ്ങൾ നിനക്ക് ഞങ്ങളുടെ അയൽക്കാർക്കും വിരോധമായി പാപം ചെയ്തിരിക്കുന്നു എന്ന് ഏറ്റുപറയുന്നു. ഞങ്ങൾ പ്രകാശത്തിലല്ല ഇരുട്ടത്രേ നടന്നിരിക്കുന്നത്. ഞങ്ങൾ കർത്താവിന് നാം ഉച്ചരിക്കുന്നെങ്കിലും ഞങ്ങൾ അനീതി ഇട്ടകന്നിട്ടില്ല. ഞങ്ങളോട് ക്ഷമിക്കണമേ. യേശു ക്രിസ്തുവിന്റെ ഞങ്ങളുടെ സകല പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിനാ ഞങ്ങളെ വെടിപ്പാക്കണമേ. ഞങ്ങളെ മനോസാക്ഷികളെ ഉണർത്തണമേ. മറ്റുള്ളവരോട് ഹൃദയപൂർവ്വം ക്ഷമിപ്പാൻ തക്ക പ്രാപ്തി നൽകണമേ. നിന്റെ നാമത്തിന്റെ മഹത്വത്തിനായ ജീവന്റെ പുതുക്കത്തിൽ മേലാൽ നിന്നെ സേവിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അവിടത്തോട് അപേക്ഷിക്കുന്നു. ആമേൻ. സത്യമായി ക്രിസ്തുവിൽ കൂടെ തങ്കലേക്ക് തിരിയുന്ന എല്ലാവരോടുമുള്ള ദൈവത്തിന്റെ കൃപാമൊഴി കേൾപ്പിൻ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ആകുന്നു. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിലും
നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. മനഃപൂർവമായ മാനസാന്തരത്തോടും സത്യവിശ്വാസത്തോടും തങ്ങളിലേക്ക് തിരികെയും തങ്ങളുടെ സഹോദരോട് ക്ഷമിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും പാവചനം നൽകുമെന്ന് തന്റെ മഹാകരുണയാൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സ്വർഗസ്ഥ പിതാവായ സർവശക്തിയുള്ള ദൈവം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമ്മോട് കരുണയുണ്ടായി നമ്മുടെ സകല പാപങ്ങളും ക്ഷമിച്ച് അവയിൽ നമ്മെ വിടുവിച്ച് സകല നന്മയിലും ഉറപ്പിച്ച് ബലപ്പെടുത്തി നമ്മെ നിത്യജീവങ്കിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. ആമേൻ. ദൈവമേ, നിനക്ക് സ്തോത്രം. ദൈവോജന ശുശ്രൂഷ കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. നാം എല്ലാവരോടുകൂടെയും. ഏപ്രിൽ 25 ഞായർ, ഉയർപ്പിന് പിൻപ് 3-ാം ഞായർ. ഉയർപ്പിന്റെ അനുഭവത്തിൽ സമൂഹ രൂപീകരണം പ്രാർത്ഥിക്കാം. ഉയർത്തെഴുന്നേറ്റ കർത്താവേ, ഐക്യത്തിൽ വേരൂന്നിയ സമൂഹങ്ങൾ നിർമ്മിക്കുവാൻ നീ ഞങ്ങളെ ഉപദേശിച്ചുവല്ലോ. ഒരുമയുടെയും പങ്കിടലിന്റെയും അനുഭവം ഞങ്ങൾക്ക് തരയണമേ. സ്വാർത്ഥതയെ ഉപേക്ഷിച്ച് നിസ്സഹായരുമായി ഞങ്ങളുടെ വിഭവങ്ങൾ പങ്കുവയ്ക്കുവാനും മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ദരിദ്രർക്കും ആവശ്യത്തിലിരിക്കുന്നവർക്കും അഭയം നൽകുവാനും അവരുമായി ഐക്യദാർഢ്യം ഉണ്ടാകുവാനും സുവിശേഷം പങ്കിടുവാനും സഹായിക്കണമേ. ഞങ്ങളോടൊപ്പമുള്ള നിന്റെ സാന്നിധ്യം തിരിച്ചറിയാനുള്ള പരിജ്ഞാനം ഞങ്ങൾക്ക് നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. Today's first lesson is taken from the book of Isaiah, chapter 25, verses 1 to 9. Isaiah, chapter 25, verses 1 to 9. Lord, you are my God. I will honor you and praise your name. You have done amazing things. You have faithfully carried out the plans you made long ago. You have turned cities into ruins and destroyed their fortifications. The palaces which our enemies built are gone forever. The people of powerful nations will praise you. You will be feared in the cities of cruel nations. The poor and the helpless have fled to you and have been safe in times of trouble. You give them shelter from storms and shade from the burning heat. Cruel men attack like a winter storm, like drought in a dry land. But you, Lord, have silenced our enemies. You silence the shouts of cruel men as a cloud cools a hot day. Here on Mount Zion, the Lord Almighty will prepare a banquet for all the nations of the world, a banquet of the richest food and the finest wine. Here he will suddenly remove the cloud of sorrow that has been hanging over all the nations. The sovereign Lord will destroy death forever. He will wipe away the tears from everyone's eyes and take away the disgrace his people have suffered throughout the world. The Lord himself has spoken. When it happens, everyone will say, He is our God. We have put our trust in Him and He has rescued us. He is the Lord. We have put our trust in Him and now we are happy and joyful because He has saved us. Here ends the first lesson. സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായി വായിക്കാം. സാം 126. യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പും നിറഞ്ഞിരുന്നു. യഹോവ അവരിൽ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു എന്ന് ജാതികളുടെ ഇടയിൽ അന്ന് പറഞ്ഞു. യഹോവ ഞങ്ങളിൽ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു. യഹോവേ, തെക്കേ നാട്ടിലെ തോടുകളെ പോലെ ഞങ്ങളുടെ പ്രവാസികളെ മടക്കി വരുത്തണമേ. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. വിത്ത് ചുമന്ന് കരഞ്ഞും നടത്തുന്നു, കറ്റ ചുമന്നും ആർത്തുകൊണ്ട് വരുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആരെങ്കിലും ഇപ്പോഴും നീക്കുവാനും തന്നെ. ആമേൻ. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന രണ്ടാം വേദഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം
32 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. സെക്കൻഡ് ലെസൺ ആക്ട്സ് ചാപ്റ്റർ 4 വേഴ്സസ് 32 to 37. വിശ്വസിച്ചവരുടെ കൂട്ടം ഏകഹൃദയവും ഏക മനസ്സുമുള്ളവരായിരുന്നു. തനിക്കുള്ളത് ഒന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല. സകലവും അവർക്ക് പൊതുവായിരുന്നു. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിൻ്റെ പുരസ്താനവും സാക്ഷ്യവും പറഞ്ഞു വന്നു. എല്ലാവരും ധാരാളം കൃപ ലഭിച്ചിരുന്നു. മുട്ടുള്ളവൻ ആരും അവരിൽ ഉണ്ടായിരുന്നില്ല. നിലങ്ങളുടെയോ വീടുകളുടെയോ ഉടമസ്ഥന്മാരായവർ ഒക്കെയും അവയെ വിറ്റു വില കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വയ്ക്കും. പിന്നെ ഓരോരുത്തൻ അവനവൻ്റെ ആവശ്യം പോലെ വിഭാഗിച്ചു കൊടുക്കും. പ്രബോധപുത്രൻ എന്ന് അർത്ഥമുള്ള ബർബാനോസ് എന്ന അപ്പോസ്തലന്മാർ മറുപേര് വിളിച്ച കുപ്രദ്വീപുകാരനായ യൗസേപ്പ് എന്ന ലേവ്യൻ തനിക്കുണ്ടായിരുന്നു. നിലം വിറ്റ് പണം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. ഇവിടെ പാഠം അവസാനിച്ചു. ഈ വിശുദ്ധ ദിവസത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന സുവിശേഷ വേദഭാഗം ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായം 13 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. Gospel according to St. Luke, chapter 24, verses from 13 to 35. അന്ന് തന്നെ അവരിൽ 2 പേർ യെരൂശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മോസ് എന്ന ഗ്രാമത്തിലേക്ക് പോകുകയാൽ ഇത് സംഭവിച്ചതിനെ കുറിച്ചൊക്കെയും തമ്മിൽ സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്ത് നിന്ന് അവരോട് ചേർന്ന് നടന്നു. അവനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. അവൻ അവരോട്, നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്തെന്ന് ചോദിച്ചു. അവർ വാടിയ മുഖത്തോടെ നിന്ന്, ക്ലെയോപ്പാവ് എന്ന പേരുള്ള യെരൂശലേമിലെ പരദേശികളിൽ നീ മാത്രം ഈ നാളുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നുവോ എന്ന് ഉത്തരം പറഞ്ഞു. ഏത് എന്ന് അവൻ അവരോട് ചോദിച്ചതിന് അവർ അവനോട് പറഞ്ഞത്, ദൈവത്തിനും സകല ജനത്തിനും മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസറായനായ യേശുവിനെ കുറിച്ചുള്ളത് തന്നെ. നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ചു ക്രൂശിച്ചു. ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുപ്പാനുള്ളവൻ എന്ന് ആശിച്ചിരുന്നു. അത്രയുമല്ല, ഇത് സംഭവിച്ചിട്ട് ഇന്ന് 3-ാം നാളാകുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ രാവിലെ കല്ലേലേക്ക് പോയി അവൻ്റെ ശരീരം കാണാതെ മടങ്ങി വന്ന് അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ദൂതന്മാരുടെ ദർശനം കണ്ടു എന്ന് പറഞ്ഞു. ഞങ്ങളെ ഭ്രമിപ്പിച്ചു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചിലർ കല്ലറയിൽ ചെന്ന് സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു. അവനെ കണ്ടില്ല താൻ. അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തൻ്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. മോശെ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാം തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവർ പോകുന്ന ഗ്രാമത്തോട് അടുത്തപ്പോൾ അവൻ മുമ്പോട്ട് പോകുന്ന ഭാവം കാണിച്ചു. അവരോ ഞങ്ങളോടുകൂടെ പാർക്ക, നേരം വൈകി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. അവൻ അവരോടുകൂടെ പാർപ്പാൻ ചെന്നു. അവരുമായി ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അപ്പമെടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണ് തുറന്ന് അവർ അവനെ അറിഞ്ഞു. അവൻ അവർക്ക് അപ്രത്യക്ഷനായി. അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ചു. തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. കർത്താവ് വാസ്തവമായി ഉയർത്തെഴുന്നേറ്റു, ശീമോന് പ്രത്യക്ഷനായി എന്ന് കൂടിയിരുന്ന് പറയുന്ന 11 പേരെയും കൂടെയുള്ളവരെയും കണ്ടു. വഴിയിൽ സംഭവിച്ചതും അവൻ അപ്പം നുറുക്കയിൽ ഞങ്ങൾക്ക് അറിയായി വന്നതും അവർ വിവരിച്ച് പറഞ്ഞു. ഇവിടെ സുവിശേഷം വായിച്ചു. ഇന്നത്തേക്കുള്ള പ്രത്യേക പ്രാർത്ഥന. ബത്രേഷ്, ജോന ആൻ മേലയിൽ, ദിബു മാത്യു ജോർജ്, വെഡിങ് ആനിവേഴ്സറി,
റോബി കെ ചെറി ആൻഡ് ചിന്നു സൂസന്ന അബ്രഹാം. മറ്റു രോഗികളെ നമുക്ക് ദൈവസന്നിധിയിൽ ഓർക്കാം. സുഖം പ്രാപിച്ചു വരുന്ന സലീല കൊച്ചമ്മയെ ദൈവത്തിന്റെ കരത്തിൽ സമർപ്പിക്കാം. മരണദുഃഖങ്ങളിരിക്കുന്ന ഭവനങ്ങളെ ദൈവകരത്തിൽ കൊടുക്കാം. പ്രത്യേകിച്ച് ഏരിയ ചെയർമാൻ റവറൻ ക്രിസ്റ്റി രാജകുമാർ, അദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്ന് ദുഃഖത്തിലിരിക്കുന്ന കുടുംബത്തെ നമുക്ക് ഓർക്കാം. മറ്റൊരു പട്ടക്കാരൻ, ഈ ഡയസിസിലെ റവറന്റ് ജൂലിയൻ എബനേസർ, ആ കുടുംബവും ദൈവകരത്തിൽ സമർപ്പിക്കാം. ഓക്സിജന്റെ അഭാവം നിമിത്തവും ബെഡുകളുടെ കുറവ് നിമിത്തവും രോഗികൾക്ക് ശരിയായിട്ടുള്ള ശുശ്രൂഷ ലഭിക്കാൻ കഴിയാത്ത സാഹചര്യം, ഈ പ്രത്യേക സാഹചര്യത്തിൽ വളരെ ഭാരത്തോടുകൂടി നല്ല മനോസാക്ഷിയോടുകൂടി പ്രവർത്തിക്കുന്ന ഡോക്ടേഴ്സിനെയും നഴ്സസിനെയും മറ്റ് സഹായി പ്രവർത്തകരെയും ഈ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവത്തിന്റെ കരത്തിൽ സമർപ്പിക്കാം. പ്രത്യേകിച്ച് COVID-19 ഈ അസുഖത്തിന്റെ പ്രശ്നത്തിൽ പല ഭവനങ്ങളും പലയിടങ്ങളും വേദനയിലും ദുഃഖത്തിലുമായിരിക്കുന്നു. ഈ പ്രത്യേക അനുഭവത്തെ സർവശക്തിയുള്ള ദൈവത്തിന്റെ കരത്തിൽ കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മളെല്ലാ കുടുംബങ്ങളെയും നമുക്ക് ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ കാര്യങ്ങളെ നമുക്ക് ഓർത്തുകൊണ്ട് നമ്മളായിരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ ഇരുന്ന് നമ്മളെ കണ്ണുകൾ അടച്ച് ഒരു നിമിഷം മൗനമായി പ്രാർത്ഥിക്കാം. ജീവന്റെ ഉറവിടമായ ഞങ്ങളുടെ കർത്താവേ, ജീവൻ അവിടുത്തെ വകയാണ്, അവിടുത്തെ ദാനമാണ്. അതിന്റെ നിലനിൽപ്പ് അവിടുത്തെ ശക്തിയാലും കൃപയിലുമാണ് എന്ന് ഞങ്ങൾ അറിയുന്നു. പുതിയ വർഷത്തിൽ പ്രവേശിച്ചിരിക്കുന്ന അവിടുത്തെ മക്കളെ തിരുകരത്തിലേക്ക് തരുന്നു. ദീർഘായുസ് കൊണ്ട് നിറയ്ക്കുകയും അവരെ ആവശ്യങ്ങളിൽ അങ്ങ് സന്ധിക്കുകയും വീണ്ടും അനുഗ്രഹിക്കുകയും ആസ്വദിക്കുകയും സന്തോഷത്തോടുകൂടി കർത്താവെ ഈ ജീവിതത്തിൽ അവിടുത്തെ മക്കൾ ജീവിപ്പാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബ ജീവിതത്തിൽ ഒരു വർഷം കൂടെ ദാനമായി ലഭ്യമായി അങ്ങയെ സ്തുതിക്കുന്ന ആ പ്രിയപ്പെട്ട കുടുംബത്തെ അവിടുത്തെ കരത്തിലേക്ക് തരുന്നു. കർത്താവെ, ദൈവത്തിന് സ്തോത്രം. ജീവിതം അനുഗ്രഹകരമായിരിക്കാൻ സഹായിക്കണമേ. സുഖം പ്രാപിച്ചു വരുന്ന ആ പ്രിയപ്പെട്ടവർ ഓർക്കുന്നു. പ്രത്യേകിച്ച് സലീല കൊച്ചമ്മയെ ദൈവത്തിന്റെ കരത്തിലേക്ക് തരുന്നു. ഒത്തിരി പേര് പ്രാർത്ഥിച്ചു. കർത്താവെ, അവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അവരുടെ നാവുകളിലും ജീവിതത്തിലും ദൈവത്തിന്റെ കൃപ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മരണദുഃഖത്തിലായിരിക്കുന്ന ഞങ്ങളുടെ ഡയസിലെ പട്ടക്കാരെ കുടുംബങ്ങളെ ഓർക്കുന്നു. പല പട്ടക്കാരെയും വീണ്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. ബിഷപ്പ് ഫാമിലിയായി ഹോസ്പിറ്റൽ വിട്ട് ഇപ്പൊ വീട്ടിൽ റെസ്റ്റ് എടുക്കുന്നു. കർത്താവേ, അവിടുത്തെ കൃപയും അനുഗ്രഹവും തുടർന്നും സഭയിലും ശുശ്രൂഷയിലും പട്ടക്കാരിലും ജനങ്ങളിലും ഉണ്ടായിരിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു. ഈ ദാരുണമായ അവസ്ഥയിൽ ഓക്സിജൻ കിട്ടാതെയും ബെഡുകളില്ലാതെയും മറ്റ് സാമ്പത്തിക ശേഷികളില്ലാതെയും ആദരവില്ലാതെയും ജീവിക്കുന്ന പ്രിയപ്പെട്ടവർ ഓർക്കുന്നു. കരുണയുണ്ടാകണമേ കർത്താവേ. ആ തെരുവുകളിലെ നിലവിളി ഞങ്ങൾ കാണുന്നു, കേൾക്കുന്നു. അഭയത്തിനായി കഴിയുന്ന അവസ്ഥ ഞങ്ങൾ അറിയുന്നു. കർത്താവേ, നീ ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ ഏർപ്പെട്ട് കൃത്യതയോടുകൂടി ത്യാഗത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഡോക്ടേഴ്സ്, നേഴ്സസ്, അതിനെ ചുറ്റിപ്പറ്റിയുള്ള മറ്റ് പ്രവർത്തകർ, സഹായികൾ, ആതുര സംഘടനകൾ എല്ലാം ദൈവത്തിന്റെ കരത്തിലേക്ക് തരുന്നു. നിന്നിൽ ഉത്തരമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. എന്താണ് കർത്താവേ താമസം?
അങ്ങ് മൗനമായിരിക്കരുതേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു. നുറുങ്ങിയ ഹൃദയമുള്ളവരെ അങ്ങ് കടാക്ഷിക്കുന്നു. അവർ രോഗമൊക്കെയും നീ സൗഖ്യമാക്കുന്നു. അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്തു. അവൻ നമ്മുടെ വ്യാധികളെ ചുമന്നു. കർത്താവെ, ഞങ്ങളെ ചുമക്കുകയും സഹായിക്കുകയും ഒരിക്കൽ കൂടി മനസ്സിലുകയും ചെയ്യണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ ദൈവം നൽകിയ കൃപയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. നമുക്കെല്ലാവർക്കും തലകളെ വണക്കി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഈ വചനം പറയുവാൻ അടിയന് ജീവൻ തന്നതിനായി സ്തോത്രം. ഇത് കേൾക്കുവാൻ അവിടുത്തെ ജനത്തിന് ജീവനും സമയവും നൽകിയതിനായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം പറയുന്നു. കർത്താവേ, വചനം ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ എന്ന് ഞങ്ങളും കൂടെ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ചിന്തകളെ ഉണർത്തണമേ, ധാരണകളെ നന്നാക്കണമേ. കർത്താവെ, മുകളിലേക്ക് നോക്കുവാൻ, ശ്രദ്ധിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഹൃദയത്തിൽ സംഭരിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായ വിഷയം കമ്മ്യൂണിറ്റി ഫോർമേഷൻ എറൗണ്ട് റിസറക്ഷൻ എക്സ്പീരിയൻസ്. അതിൻ്റെ ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്: ഉയർപ്പിൻ്റെ അനുഭവത്തിൽ സമൂഹ രൂപീകരണം. സമൂഹം
എന്ന് പറയുമ്പോൾ വളരെ ചിന്തിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. അതിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചും അതിൻ്റെ പദത്തിൻ്റെ അനുബന്ധങ്ങളെക്കുറിച്ചും നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത് വളരെ വിശാലമാണ് എന്ന് നാം അറിയുന്നു. അതിൻ്റെ ഇംഗ്ലീഷ് പദങ്ങൾ ഇങ്ങനെയാണ്: കമ്മ്യൂണിയൻ, കമ്മ്യൂണിക്കേഷൻ, കമ്മ്യൂണിറ്റി. ഈ പദങ്ങളിൽ നിന്ന്, അതിൻ്റെ ഡെറിവേഷനിൽ നിന്നാണ് ഈ കമ്മ്യൂണിറ്റി എന്ന പദമുണ്ടായത്. അതിന് മലയാളത്തിൽ സമൂഹം എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നു. ഇത് കോമൺ എന്ന വാക്കിൽ നിന്ന് ഉത്ഭവിച്ചിരിക്കുന്നു എന്ന് നാം അറിയുന്നു. ഇതിൻ്റെ പുതിയ നിയമ ഗ്രീക്ക് പദം കൊയിനോനിയൻ എന്നാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അനേകം പദങ്ങൾ ഇംഗ്ലീഷിലുണ്ട്. അത് നമ്മൾ ഒന്ന് ആദ്യമായി ചിന്തിക്കുന്നത് നന്നായിരിക്കും. കമ്മ്യൂണിക്കേഷൻ, സംവാദം, ഡയലോഗ് എന്ന അർത്ഥത്തിൽ നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. കമ്മ്യൂണിസം, കമ്മ്യൂണിസ്റ്റ്, ഇതൊക്കെ നമുക്ക് ഫെമിലിയറാണ്. കമ്മ്യൂണിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുമ്പോൾ വിഭവങ്ങളെല്ലാം ഒരുപോലെ പങ്കുവച്ച് വലിപ്പച്ചെറുപ്പമില്ലാത്ത ഒരു അനുഭവം. പക്ഷേ ഇന്നത്തെ കമ്മ്യൂണിസത്തിൽ അത് കാണാൻ കഴിയുന്നില്ല. കുറേ പേർ മുതൽ കൂട്ടുന്നു, സ്വത്ത് സമ്പാദിക്കുന്നു. തത്വങ്ങളും തത്വസംഹിതകളും ഉണ്ടെങ്കിലും അതൊന്നും അതിൽ പ്രാവർത്തികമായി കാണാൻ കഴിയുന്നില്ല ഒരിടത്തും ഒരു കാലത്തും. ഇനി ഈ പദത്തിൽ നിന്നാണ് കമ്മ്യൂണൽ എന്നുണ്ടായത്. അത് വർഗീയതയെ സൂചിപ്പിക്കുന്നു. കമ്മ്യൂണൽ, കമ്മ്യൂണലിസം, വർഗീയവാദം. ഈ പദത്തിൽ നിന്ന് തന്നെയാണ് കമ്മ്യൂൺ എന്ന പദം ഉണ്ടായത്. കമ്മ്യൂൺ എന്ന് പറയുമ്പോൾ ഷെയറിങ്, പങ്കുവയ്ക്കുക. വിശുദ്ധ സംസർഗ ശുശ്രൂഷ, ഹോളി കമ്മ്യൂണിയൻ. ദ പീപ്പിൾ ആർ കമ്മ്യൂൺ. അവർ യോജിക്കുന്നു, അങ്ങനെ വിശുദ്ധ സംസർഗം പങ്കുവയ്ക്കുന്നു. ഇനി മറ്റൊരു പദം കമ്മ്യൂണിറ്റി, സമുദായം. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, ഹിന്ദു കമ്മ്യൂണിറ്റി. ദർ ആർ സോ മെനി കമ്മ്യൂണിറ്റീസ് ഇൻ ദ വേൾഡ്. അപ്പൊ ഇങ്ങനെയുള്ള ധാരാളം പദങ്ങൾ, കമ്മ്യൂണൽ, കമ്മ്യൂണിറ്റി, കമ്മ്യൂണലിസം, കമ്മ്യൂണിക്കേഷൻ, ഇതുപോലുള്ള കമ്മ്യൂൺ, ഇതുപോലുള്ള ധാരാളം പദങ്ങൾ ഇതിൽ നിന്ന് ഉദ്ഭവിച്ചതാണ് എന്ന് നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ എല്ലാ പശ്ചാത്തലത്തിലോട്ടും ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ വേദപുസ്തകത്തിൽ നിന്ന് നമ്മൾ വായിച്ചു കേട്ട ഭാഗങ്ങളിൽ നിന്ന് ചില ചെറിയ ചിന്തകൾ പങ്കുവയ്ക്കാൻ ശ്രമിക്കുന്നു. ഇന്നത്തെ അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 32 മുതൽ 37 വരെ വായിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ദ ബേസിക് intent of Christian communication is to share with all people the communion offered by God and experienced in common with the community of the household of God. It is to share what in God's purpose is for all and to be held in common by all. സഭയെ വിളിച്ചിരിക്കുന്നത് തന്നെ ഒരു സമൂഹം എന്ന നിലയ്ക്കാണ്. അതിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് സത്വാർത്ത പങ്കുവയ്ക്കുക, ഗുഡ് ന്യൂസ് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. ഇത് മറ്റ് സമൂഹങ്ങളുമായി നല്ല സഹവർത്തിത്വത്തിൽ വ്യക്തികളോടും സമൂഹത്തോടും ഐക്യപ്പെടുന്ന ആ ഐക്യത്തിൽ ലക്ഷ്യം വച്ച് ദൈവത്തിൻ്റെ സുവിശേഷം പങ്കുവയ്ക്കപ്പെടുന്നു, വിഭവങ്ങൾ പങ്കുവയ്ക്കപ്പെടുന്നു, പീഡിതർക്കും മർദ്ദിതർക്കും അഭയം നൽകുകയും ചെയ്യുന്നു. സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ ആ കരുതലിൻ്റെ ഐക്യത്തിന് ദൈവം പദ്ധതിയിട്ടിരുന്നു. അതിനായി ദൈവം മനുഷ്യനിൽ സംവാദം നടത്തി എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് തന്നെ നാം ഗ്രഹിക്കുന്നു. ഈ മാനുഷിക സ്നേഹ കൂട്ടായ്മയുടെ കാരണക്കാരൻ ദൈവം തന്നെയാണ്. ഈ കൂട്ടായ്മയുടെ, ഈ സമൂഹത്തിൻ്റെ മാതൃക എന്ന് പറയുന്നത് വിശുദ്ധ തൃത്വം, ട്രിനിറ്റി യൂണിറ്റി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും പരസ്പര സ്നേഹത്തിൻ്റെ വിധേയത്വം, അതാണ്
ഈ ക്രിസ്തീയ സമൂഹത്തിന്റെ ഉയർത്തെഴുന്നേറ്റ് യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ അനുഭവത്തിലൂടെ ഉരുത്തിരിഞ്ഞ ഈ സമൂഹത്തിന്റെ പ്രധാനവും പ്രഥമവുമായ ലക്ഷ്യം. 2 കൊരിന്ത്യർക്ക് ലേഖനം 5-ാം അധ്യായം അതിന്റെ 18-ഉം 19-ഉം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു: ദൈവം തന്നെ കാരണഭൂതൻ, അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ച് നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ച് നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ കൈകളിൽ പരമേൽപ്പിച്ചിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവിൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. ആ ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെ ആകുന്നുവെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ധാരാളം കാര്യങ്ങൾ ഇതിനകത്ത് ഈ വാക്യത്തിനകത്ത് പറയുന്നുവെങ്കിലും ഇതിന്റെ നമ്മൾ ചുരുക്കമായി ചിന്തിക്കുമ്പോൾ ഈ കമ്മ്യൂണിറ്റിയുടെ ഫോർമേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ സാമൂഹ്യ സംവിധാനത്തിന്റെ ഉത്ഭവ കാരണം എന്ന് പറയുന്നത് പിതാവായ ദൈവത്തിന്റെ സ്നേഹമാണ്. ആ സ്നേഹത്തിന്റെ പ്രകടനം പുത്രനായ ക്രിസ്തുവിലൂടെയാണ്. ഇത്തരത്തിലുള്ള കൂട്ടായ്മ പരിപുഷ്ടമാക്കുവാൻ, ഈ കൂട്ടായ്മ നിലനിന്നു പോകുവാൻ പിതാവിൻ്റെയും പുത്രന്റെയും പക്കൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് ഇന്നുവരെയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആ പ്രവർത്തനത്തിന്റെ ഫലമായി ഇന്നും ഈ സമൂഹത്തിൽ വിശ്വാസ സമൂഹം ചേർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് നാം അറിയുന്നു. കേണൽ മാർട്ടൂണി അദ്ദേഹം ഈ ബന്ധത്തെക്കുറിച്ച് പറയുന്നത്, പിതാവ് പുത്രനുമായി സംസർഗം നടത്തുന്നു, പുത്രൻ പിതാവിന്റെ ഇംഗിതത്തിന് ഒപ്പം പ്രവർത്തിക്കുകയും നിറവേറ്റുകയും ചെയ്യുന്നു, പുത്രൻ പിതാവിനോട് ചോദിക്കുകയും പൂർണ്ണ അനുസരണയോടുകൂടി പ്രവർത്തിക്കുകയും ചെയ്യുന്നു, പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെട്ട് അവരുമായി ബന്ധപ്പെട്ട് ദൈവസ്നേഹത്തിന്റെ ഫലം അവരുടെ സംവേദനത്തിൽ കൂടെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഏറ്റവും ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ സമൂഹത്തിന്റെ മാതൃക എന്ന് പറയുന്നത് വിശുദ്ധ തൃത്വവും, അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ബന്ധവും വിധേയത്വവും സഹകരണവും, അതിലൂടെ ആ പ്രേരണ നൽകുന്നത്, പുതിയ സമൂഹം ലോകത്തിലുണ്ടാകുവാൻ പ്രേരണ നൽകുന്നത് വിശുദ്ധ തൃത്വവും, അത് ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ പറഞ്ഞതിൻ്റെ ഒക്കെ സാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ഈ സമൂഹം എന്ന് പറയുന്നത് ക്രിസ്തുവിൽ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ ഉയർപ്പിനാൽ വളർന്നു വന്നിരിക്കുന്ന ഈ സമൂഹം എന്ന് പറയുന്നത് ഒരു നിസ്സാരമായ സമൂഹമല്ല. വളരെ വിലയും മൂല്യതയും സാക്ഷ്യവും പങ്കുവയ്ക്കലും സ്നേഹവും കരുതലും കരുണയും ഒക്കെ അതെല്ലാം ദൈവ സ്വഭാവങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരു സമൂഹമാണ്. അതില്ല എങ്കിൽ നമുക്ക് സമൂഹം എന്ന് പറയാം, പക്ഷെ ദൈവം ഉദ്ദേശിക്കുന്ന സമൂഹമെന്ന് അവകാശപ്പെടുവാൻ സാധിക്കുകയില്ല എന്ന് നാം ഓർത്തിരിക്കണം. ഇന്നത്തെ സുവിശേഷ ഭാഗം വായിക്കുമ്പോൾ ഉയർപ്പിന്റെ അനുഭവത്തിലൂടെ പുതിയ സമൂഹം എങ്ങനെയാണ് ഉരുത്തിരിയുന്നതെന്ന് വ്യക്തമാക്കുന്നു. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായം 13 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. ഇത് മാത്രമല്ല, ഉയർപ്പിന് ശേഷമുള്ള മറ്റ് അനേകം സംഭവങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് ഈ ഭാഗത്ത് ഉൾപ്പെടുത്തുവാൻ സാധിക്കുന്നില്ല. ഇവിടെ യേശുവിലുള്ള പ്രത്യാശ നഷ്ടപ്പെട്ടിട്ട് യേശുവിൻ്റെ മരണം കണ്ടിട്ട് വളരെ ദുഃഖത്തോടുകൂടി നിരാശയോടുകൂടി യാത്ര ചെയ്യുന്ന ക്ലയഫാവിനെയും പേര് പറയാത്ത മറ്റൊരു ശിഷ്യനെയും നിലനിർത്തിക്കൊണ്ട് ഇന്നത്തെ സമൂഹത്തിന്റെ സംശയങ്ങൾ ദൂരീകരിക്കാനായി ശ്രമിക്കുന്നു. അതോടൊപ്പം അവരുടെ സംശയങ്ങളും യേശുക്രിസ്തു തീർത്തുകൊടുത്ത് അവരെ ശരിയായ പാതയിൽ നയിക്കുന്ന സംഭവമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്.
ഇത് ഇവിടെ ഒരു ചിലപ്പോൾ നമുക്ക് പറയുന്നത് ഒരു ഡിബേറ്റ് ആണെന്ന്, അതിലുപരിയായി ഇതൊരു ഡയലോഗാണ്. ഇത് ഒരു ഡയലോഗ്. കമ്മ്യൂണിറ്റി ഉണ്ടാകുന്നത്, സമൂഹം ഉണ്ടാകുന്നതും ഉരുത്തിരിയുന്നതും ഇതുപോലുള്ള സംഭാഷണങ്ങളിലൂടെ, ഇതുപോലെ ഡയലോഗുകളിലൂടെയാണ്, സംശയ ദൂരീകരണത്തിലൂടെയാണ്. ഈ യാത്രക്കാരുടെ കാഴ്ചയിൽ ഉയർത്തെഴുന്നേറ്റ യേശു വെറും അപരിചിതൻ മാത്രമാണ്. എന്നാൽ ഈ അപരിചിതൻ അവരുടെ സംവാദത്തിന് ആക്കം കൂട്ടി എന്ന് നാം ഈ ഭാഗം വായിക്കുമ്പോൾ തിരിച്ചറിയുന്നു. സങ്കോചം കൂടാതെ അവരുടെ വാടിയ മുഖത്തിന്റെ കാരണം വ്യക്തമാക്കുവാൻ അവർക്ക് കഴിഞ്ഞു. അവരുടെ വാടിയിരിക്കുന്ന മുഖത്തിന്റെ കാരണം എന്തെന്ന് പരദേശി ചോദിക്കുന്നു. അപ്പോഴാണ് ആ കാരണം അവർ വ്യക്തമാക്കുന്നത്. അതിന്റെ കാരണങ്ങൾ ഇങ്ങനെയാണ്. ഒന്നാമത് അവർ പറഞ്ഞു, വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുമുള്ള പ്രവാചകനായ നസ്രയനായ യേശുവിനെ കുറിച്ചുള്ള നിരാശാജനകമായ അനുഭവം. അവൻ അന്ന് ശക്തി ഉണ്ടായിരുന്നു. ആ ശക്തി ക്രൂശിൽ വെളിപ്പെട്ടില്ല, അത് കാണാൻ കഴിഞ്ഞില്ല. മരണത്തോടുകൂടി അത് തീർന്നുപോയി. രണ്ടാമത് പറഞ്ഞു, 3 ദിവസത്തിനു മുമ്പ് പ്രമാണികളും മഹാപുരോഹിതന്മാരും യേശുവിനെ ക്രൂശിൽ മരണത്തിൽ ഏൽപ്പിച്ചു. അതും അവരെ ദുഃഖമുണ്ടാക്കി. മൂന്നാമത് പറഞ്ഞു, ഞങ്ങൾ അവൻ ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരനെന്ന് ആശിച്ചിരുന്നു. We had hoped that he was going to redeem Israel. ഞങ്ങളുടെ ആശയ്ക്കെല്ലാം നഷ്ടം വന്നു, ഞങ്ങളുടെ ധാരണയ്ക്ക് നഷ്ടം വന്നു. അവന്റെ ശക്തിയിൽ ഞങ്ങൾക്കിപ്പോ മങ്ങലേറ്റതായി മനസ്സിലാക്കാൻ സാധിച്ചു. അതുകൊണ്ട് ഞങ്ങളുടെ മുഖം വാടിയിരിക്കുകയാണ്. അത് മാത്രമല്ല, മറ്റ് 2 കാര്യങ്ങൾ കൂടെ പറഞ്ഞു. ചില സ്ത്രീകൾ കല്ലറയ്ക്കൽ പോയി അവന്റെ ശരീരം കാണാതെ മടങ്ങി വന്നു. എന്നാൽ അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ദൂതന്മാരുടെ ദർശനം ശിഷ്യന്മാരെ അറിയിച്ചു. അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത്, അതും അവരെ മനസ്സിനെ ഇളക്കി മറിച്ചു. വീണ്ടും പറയുന്നു, സ്ത്രീകളുടെ വാക്ക് കേട്ട് ചിലർ കല്ലറയ്ക്കൽ പോയി സ്ത്രീകൾ പറഞ്ഞതുപോലെ കണ്ടു. പ്രസ്തുത സംഭവം ഞങ്ങളെ ഭ്രമിപ്പിച്ചു. ഇപ്പം ഞങ്ങൾക്ക് ഭയം, ഭ്രമം, സംശയം, നിരാശ, ഇതെല്ലാം അവരുടെ യാത്രയിൽ അവര് ഈ അപരിചിതനുമായി പങ്കുവച്ചു എന്ന് നാം അറിയുന്നു. ഈ കമ്മ്യൂണിറ്റിയുടെ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഉത്ഭവം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ ആരംഭം എന്ന് പറയുന്നത്, അത് അത്ര എളുപ്പകരമായ ഒരു കാര്യമല്ല. അതിനൊരുപാട് പ്രൊസീജിയറുണ്ട്, ഒരുപാട് പ്രോസസ്സുണ്ട്. അതൊക്കെ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് ഗ്രഹിക്കാൻ കഴിയുന്നു. ശരിയേത്, തെറ്റേത്, ഇതൊക്കെ ശരിയാണോ, ഞാൻ പലതരത്തിലുള്ള ധാരണകൾ, വേലിയേറ്റങ്ങൾ നമ്മുടെ മനസ്സിനകത്തുണ്ടാകുന്നു. അതും ഇവർക്കുണ്ടായി. ഇനി അത് കഴിഞ്ഞ് നമ്മൾ താഴോട്ടുള്ള ഭാഗം വായിക്കുമ്പോൾ, ഒരു കൗൺസിലറുടെ വൈഭവത്തോടുകൂടി, ഒരു നല്ല ഗുരുവിന്റെ സാമർഥ്യത്തോടുകൂടി അവരുടെ മനസ്സിലെ ആത്മീയ അന്ധതകളെ എല്ലാം പുറത്തെടുത്തു ഈ സഹയാത്രികൻ. എല്ലാം അവർ തുറന്നു പറഞ്ഞു. എന്നിട്ട് തികഞ്ഞ ആർജവത്തോടുകൂടി, അങ്ങനെയുള്ള ആർജവത്തോടുള്ള വാക്കുകൾ കൊണ്ട് അവരെ ശാസിച്ചു, അവരെ സംശയം ദൂരീകരിക്കുന്നു. 2 പദം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ബുദ്ധിഹീനരെ. പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. ഈ 2 പദം ഈ അപരിചിതൻ ഈ ശിഷ്യന്മാരുമായി സംഭാഷിച്ചപ്പോൾ, ഡയലോഗ് നടത്തിയപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നു. എന്നിട്ട് 26-ാമത്തെ വാക്യത്തിൽ, ലൂക്കോസ് സുവിശേഷം 24-26 വാക്യത്തിൽ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ച് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന ഒരു ചോദ്യം ചോദിച്ചതിന് ശേഷം മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിൽ നിന്നും അവരോട് പ്രഖ്യാപിച്ചു എന്ന് നാം വായിക്കുന്നു. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഡയലോഗിക്കൽ പ്രീച്ചിങ്, സംശയ ദൂരീകരണം. അങ്ങനെ
യേശുക്രിസ്തു അവരോട് പ്രഖ്യാപിച്ചു. എമ്മൗസുകാർ യാത്ര ചെയ്തു, എത്തേണ്ട സ്ഥലത്തെത്തി. അപ്പം മുന്നോട്ട് പോകുന്ന ഭാവം കാണിച്ചു. അവർ അപരിചിതനെ സമയം വൈകി അസ്തമിക്കാറായതുകൊണ്ട് കൂടെ താമസിപ്പാൻ നിർബന്ധിച്ചു. ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അപ്പമെടുത്തു, അനുഗ്രഹിച്ചു, നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണുകൾ തുറന്നു. അവർ അവനെ അറിഞ്ഞു. അവൻ അവർക്ക് അപ്രത്യക്ഷനായി. 2 കാര്യങ്ങളാണ് നമ്മുടെ സഭയ്ക്കകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുക, പഠിപ്പിക്കുക, ക്രിട്ടിക്കലായിട്ട് ഇവാലുവേറ്റ് ചെയ്യുക. ജനത്തിൻ്റെ തർക്കത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് അത് ദൂരീകരിക്കാനായി വചനത്തിൻ്റെ സത്വങ്ങളെ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിലൂടെ അവരുടെ വ്യതിയാനമുണ്ടാകും. അവർ തന്നെ പറയുകയാണ്, യേശു സംസാരിച്ചവരുടെ ഹൃദയത്തിൽ കത്തിക്കൊണ്ടിരുന്നു എന്ന്. മാത്രമല്ല, മറ്റൊരു കാര്യം, അപ്പം നുറുക്കൽ ശുശ്രൂഷ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അത് ക്രിസ്തുവിൻ്റെ ഒരു പ്രത്യക്ഷതയായിട്ട് നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്നു. ഇത് നാം നമ്മുടെ കണ്ണ് തുറന്ന് ഗ്രഹിക്കുമ്പോൾ നമുക്ക് അവൻ്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ 2 കാര്യങ്ങളാണ്, അപ്പം നുറുക്കൽ ശുശ്രൂഷയും ദൈവവചന ശുശ്രൂഷയുമാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ രൂപീകരണത്തിന് കാരണം, അതിൻ്റെ നിലനിൽപ്പിന് കാരണം, ചുരുക്കി പറഞ്ഞ അതിൻ്റെ ബാലൻസിന് കാരണം. അതാണ് സഭ ആരാധനയിൽ ഇത് 2 വളരെ പ്രാധാന്യം അറിയിക്കുന്നത്. ഇത് 2 ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. യേശുവിൻ്റെ ഈ സംവേദനത്തിലൂടെ നടത്തിയ വചനഘോഷണം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ ഹൃദയത്തിൽ കത്തിക്കൊണ്ടിരുന്നു. ആ അനുഭവം പുതിയ സമൂഹം ഉരുത്തിരിയുന്നതിലേക്ക് കാരണമാകുവാൻ അവർ യെരുശലേമിലേക്ക് മടക്കയാത്ര നടത്തി എന്നുള്ളതാണ്. മാത്രവുമല്ല, യേശുവിനോടൊപ്പമുള്ള കൊയിനോനിയൻ, ഞാൻ നേരത്തെ പറഞ്ഞ കമ്മ്യൂണിയൻ, ആ കമ്മ്യൂണിയൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഈ യേശുവിനോടുകൂടിയുള്ള കമ്മ്യൂണിയനും യേശുവിനോടുകൂടിയുള്ള കമ്മ്യൂണിക്കേഷനും ഒരു പുതിയ മാർഗം തിരിച്ച് സഞ്ചരിക്കുവാനായി അവരെ പ്രേരിപ്പിച്ചു. അവർ തിരിച്ച് യെരുശലേമിലേക്ക് പോയി ഉയർപ്പിൻ്റെ അനുഭവം പങ്കുവച്ചു. അപ്പോസ്തല പ്രവൃത്തി സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്ന വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ അതെന്താണെന്ന് നമുക്ക് ഒന്നുകൂടെ നോക്കാം. കുറച്ചുകൂടി നമ്മുടെ ചിന്ത ശക്തിപ്പെടും. അവിടെ നമ്മൾ വായിക്കുമ്പോൾ ഇറ്റ്സ് എ കൊയിനോനിയ ഓഫ് ഫെയ്ത്ത്, വിശ്വസിച്ചവരുടെ കൂട്ടായ്മ, അങ്ങനെയുള്ള ഒരു കൂട്ടായ്മ, ദോസ് ഹു ബിലീവ് ഇൻ ദ റിസറക്ഷൻ, അവരാണ് ഈ സമൂഹത്തിന്റെ അംഗങ്ങൾ. യേശുക്രിസ്തുവിന്റെ റിസറക്ഷനിൽ വിശ്വാസമില്ലാത്ത ആളുകൾ ഈ സമൂഹത്തിന്റെ അംഗങ്ങളാണ്. സഭയ്ക്കകത്ത് ഉണ്ടെന്ന് പറഞ്ഞാലും അവരംഗമല്ല. അത് ദൈവം അറിയുന്നു, ഞാനും നിങ്ങളുമല്ല. അവരാണ് ഈ കമ്മ്യൂണിറ്റിയുടെ അംഗങ്ങൾ. വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ കൊയിനോനിയൻ ഓഫ് ഷെയറിംഗ്, അവിടെ മനസ്സ് ഏകമായിരുന്നു. ഇനി നമ്മൾ ചിന്തിക്കുമ്പോൾ കൊയിനോനിയൻ ഓഫ് യൂണിറ്റി, ഐക്യം. അപ്പോൾ ഐക്യമുള്ള സമൂഹം മാത്രമല്ല, യൂണിറ്റിയുള്ള സമൂഹം മാത്രമല്ല, സകലതും പൊതുവകയെന്ന് എണ്ണിയിരുന്നു. എവരിത്തിങ് ഈസ് ഇൻ കോമൺ. വീണ്ടും നമ്മൾ മുട്ടുള്ളവരാരും ഉണ്ടായിരുന്നില്ല. ദ കൊയിനോനിയൻ ഓഫ് കോമണാലിറ്റി, വചനം പറയുന്നു, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, there was not a needy person among them. മുട്ടുള്ളവരാരും ഉണ്ടായിരുന്നില്ല. അവർ പങ്കുവച്ചു, ദുഃഖങ്ങളും പങ്കുവച്ചു, സുഖങ്ങളും പങ്കുവച്ചു, അവരുടെ ജീവിതവും പങ്കുവച്ചു. ഇല്ലാത്തവനെന്നും ഉള്ളവനെന്നും അവരറിഞ്ഞില്ല. ആ ഒരു പങ്കുവയ്ക്കലിന്റെ അനുഭവമുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ഉയർത്തെഴുന്നേറ്റ സമൂഹം. അല്ലാതെ എനിക്ക് വന്നതിന് മറ്റവൻ ഉത്തരവാദിയല്ല, മറ്റവന് വന്നതിന് എനിക്കെന്ത്, അവന് വേദനിക്കുമ്പോൾ വേദനിക്കുകയും അവൻ സന്തോഷിക്കുമ്പോൾ സന്തോഷിക്കുകയും അവനോടൊപ്പം ജീവിക്കുകയും എന്ന ഒരു സമൂഹം. അതാണ് യേശുക്രിസ്തുവിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന, ചിട്ടപ്പെട്ടിരിക്കുന്ന കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. എ ഷെയറിംഗ് കമ്മ്യൂണിറ്റി, കെയറിംഗ് കമ്മ്യൂണിറ്റി, യുണൈറ്റഡ് കമ്മ്യൂണിറ്റി,
പങ്കുവയ്ക്കുന്ന, കരുതുന്ന, ഐക്യപ്പെട്ടിരിക്കുന്ന ഒരു സമൂഹമാണ് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിലൂടെ ഉരുത്തിരിഞ്ഞതായ സമൂഹം. ചിലർ തങ്ങളുടെ വസ്തുവകകളെ വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. ഓരോരുത്തൻ്റെ ആവശ്യം പോലെ അവർക്ക് വിഭാഗിച്ചു കൊടുത്തു എന്ന് നാം വായിക്കുന്നു. ആൻഡ് ഇറ്റ് വാസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഈച്ച് ആസ് എനി ഹാഡ് നീഡ്. അവരുടെ ആവശ്യത്തിനനുസരിച്ച് അവർ ഇതിനെ പങ്കുവച്ച് കൊടുത്തു. ഇറ്റ് ഈസ് ഒറിജിനേറ്റഡ് ഓൺ എ പാർട്ടിസിപ്പേറ്ററി കൊയിനോനിയൻ. പങ്കുവയ്ക്കുന്ന, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു സമൂഹം എന്ന് നാം അറിയുന്നു. ഇന്നത്തെ കാലഘട്ടം ചിന്തിച്ച ഡിസൈപ്പിൾസ് സാമ്പത്തികമായി വളരുന്നു. വിശ്വാസികൾ പലയിടങ്ങളിലും അവർ തകരുന്നു, സാമ്പത്തികമായും പല രീതിയിലും. ശിഷ്യന്മാർ പറയുന്നു, ഞങ്ങൾ വിശ്വസിച്ചതുകൊണ്ട് ഇതെല്ലാം ഞങ്ങൾക്ക് ദൈവം തന്നു. എന്നിട്ട് വിശ്വാസികൾ പറയുന്നു, ഈ ലോകത്തിൽ ഒന്നുമില്ലെങ്കിലും ഞങ്ങൾ ക്രിസ്തുവിൽ സമ്പന്നരാണ്. സഭാധ്യക്ഷന്മാർ പറയുന്നതിനനുസരിച്ച് അവർ പറയും, നിങ്ങൾക്കെല്ലാം സ്വർഗത്തിൽ കിട്ടും. പാവങ്ങൾ സ്വർഗത്തിൽ പ്രതീക്ഷിച്ച് ആരാധിക്കുകയും ജീവിക്കുകയും ചെയ്യും. ശിഷ്യന്മാർ ഇപ്പോഴും പറയുന്നു, അവരുടെ ഉള്ളിൽ പറയുന്നു, എനിക്ക് ഇവിടെ എല്ലാം കിട്ടി. നമ്മൾ ചിന്തിക്കുക, ഇന്ന് ഇത്തരത്തിലുള്ള സാമ്പത്തിക തിരിമറികളുടെ വിഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിലൂടെയുള്ള അസമത്വത്തിൻ്റെ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഈ അടുത്ത സമയത്തായുള്ള നമ്മൾ മനസ്സിലാക്കുമ്പോൾ പല കേന്ദ്രങ്ങളിലും കേന്ദ്ര ഏജൻസിമാർ അന്വേഷണം നടത്തി ചാരിറ്റിയുടെ പേരിൽ സ്വരൂപിച്ച കോടികൾ കണ്ടുപിടിച്ചു. കണക്കിൽപ്പെടാത്ത സാമ്പത്തിക ഇടപാടുകൾ കണ്ടുപിടിച്ചു. ഇതൊക്കെയും പങ്കുവച്ചിരുന്നുവെങ്കിൽ ഇവിടെയും അവർക്ക് സ്വർഗം പണിയുവാനായി സാധിക്കുമായിരുന്നു. വിശ്വാസികൾ കൊടുക്കാത്തത് കൊണ്ടല്ല, അത് ഒരു ഭാഗത്തേക്ക് സ്വരൂപിക്കപ്പെട്ടു. ഈ ഒരു അന്തരീക്ഷത്തിൽ ആ കാര്യങ്ങളെക്കുറിച്ച് പറയുവാനും വ്യാഖ്യാനിക്കുവാനുമായി ഞാൻ ശ്രമിക്കുന്നില്ല. ഒരു കാര്യം അപ്പോസ്തലന്മാർ ചെയ്തു, ആദ്യകാലത്തെ അപ്പോസ്തലന്മാർ ചെയ്തു. And with great power the apostles were giving their testimony to the resurrection of the Lord Jesus Christ. വളരെ ധൈര്യത്തോടുകൂടി, മഹാശക്തിയോടുകൂടി കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം വഹിച്ചു വന്നു എന്ന് നാം വായിക്കുന്നു. ആ പുനരുത്ഥാനത്തിന്റെ സാക്ഷ്യത്തിലൂടെ എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചു എന്നുള്ളതാണ് അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 33-ാം വാക്യം. ഈ മഹാദുഃഖത്തിന്റെ കാലഘട്ടത്തിലും, ഈ ക്വാറന്റൈൻ, മനുഷ്യനിങ്ങനെ വേർപെട്ട് നിൽക്കുന്ന, എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റാത്ത സാഹചര്യത്തിൽ ജീവിക്കുമ്പോഴും, ഈ രോഗത്തെപ്പറ്റി പലരും പല സംശയങ്ങളും പറയുമ്പോഴും, ഇത് ഇന്ന രീതിയാണ്, ഇന്നതാണ് എന്നൊക്കെ പറയുമ്പോഴും, പലരും ഉപദേശിക്കുമ്പോഴും, യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന്റെ അനുഭവം നമ്മൾ ശക്തിയോടുകൂടി പങ്കുവയ്ക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ കൃപ ലഭിക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന്റെ കൃപ. സഭാ സമൂഹം യേശുവിന്റെ പുനരുത്ഥാനത്തിന്റെ സാക്ഷ്യത്തിലും അനുഭവത്തിലും പ്രതിസന്ധിയുടെ മധ്യത്തിലും അത് ശക്തി പ്രാപിച്ചു എന്ന് നാം അറിയുന്നു. എന്തെല്ലാം പ്രതിസന്ധികൾ സഭയ്ക്ക് നേരിടേണ്ടി വന്നു എങ്കിലും ഉയർപ്പിന്റെ വചനം, ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന്റെ സന്ദേശം മഹാശക്തിയോടുകൂടി പ്രഖ്യാപിച്ചു. നമുക്കും നമ്മുടെ ഇരിപ്പിടങ്ങളിലിരുന്ന് നമുക്കിങ്ങനെ ചിന്തിക്കാം, കല്ലറെ ഭേദിച്ച് മരണത്തെ തകർത്ത്, വെല്ലുവിളികളെ തകർത്ത് ഉയർത്തെഴുന്നേറ്റ യേശുവിനെയാണ് ഞാൻ നിങ്ങളും ആരാധിക്കുന്നത്. ആ സന്ദേശം നമുക്കൊരു നല്ല സമൂഹത്തിൻ്റെ ഭാഗമായി തീരുവാനും, നല്ല സമൂഹത്തിൽ ജീവിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകുവാനും തീർച്ചയായും സാധിക്കും എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ടും
എൻ്റെ അനുഭവത്തിലൂടെയും ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നു. ഈ വചനം കേട്ടവരെല്ലാം ഹല്ലേലൂയ ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഉയർത്തെഴുന്നേറ്റ യേശുവേ, ഉയർപ്പിൻ്റെ അനുഭവം എന്തെന്ന് അറിഞ്ഞുകൂടാതെ, യേശുവിനോടുകൂടെ ജീവിച്ചിട്ട് യേശുവിനെ മനസ്സിലാക്കാതെ പോയ ശിഷ്യന്മാരുടെ മധ്യത്തിൽ അങ്ങ് വന്നു ഒരു അപരിചിതനെ പോലെ സംസാരിച്ച് അവരുടെ സംശയത്തിന് വ്യക്തത വരുത്തി, കർത്താവെ സകല അറിവില്ലായ്മയും ദൂരീകരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന്റെ സമൂഹത്തിന്റെ അംഗങ്ങളാക്കി തീർത്ത അനുഭവം ഞങ്ങൾ അറിയുന്നു. ഞങ്ങളും ബലഹീനരാണ്, ബുദ്ധിയില്ലാത്തവരാണ്, ആഴമായ ചിന്തയില്ലാത്തവരാണ്, ഉൾക്കാഴ്ചയില്ലാത്തവരാണ്. ഞങ്ങൾക്ക് ഉൾക്കാഴ്ച തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം നുറുക്കുമ്പോഴും ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോഴും ഞങ്ങൾ അങ്ങയെ കാണുവാൻ, ആ കുടുംബത്തിൻ്റെ ഭാഗമാണ് ചിന്തിക്കുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പങ്കുവയ്ക്കുന്ന ഒരു സമൂഹത്തെക്കുറിച്ച്, കൈതാങ്ങുന്ന ഒരു സമൂഹത്തെക്കുറിച്ച്, ആ സമൂഹത്തിൻ്റെ ആരംഭത്തെക്കുറിച്ച് ഞങ്ങൾ അപ്പോസ്തല പ്രവൃത്തി പുസ്തകത്തിലൂടെ വായിച്ചു. കർത്താവെ, എങ്ങനെയെങ്കിൽ ഞങ്ങൾ ഞങ്ങൾക്കുള്ളവരല്ല, ഞങ്ങൾ മറ്റു പലർക്കുമുള്ളവരാണ്, ഞങ്ങൾ അങ്ങേക്കുള്ളവരാണ്. അതുകൊണ്ട് മനസ്സലിയുന്ന, കരുതുന്ന, പങ്കുവയ്ക്കുന്ന, സ്നേഹിക്കുന്ന, മനുഷ്യന്റെ വേദനകളിലും സന്തോഷത്തിലും പങ്കുചേരുന്ന അനുഭവമുള്ള ഒരു സമൂഹത്തിൻ്റെ, ഒരു സ്വർഗീയമായ ചൈതന്യമുള്ള സമൂഹത്തിന്റെ ഭാഗമായി തീരുവാനും, ആ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കുറിച്ച് വളരെ ശക്തിയായി പ്രഖ്യാപിക്കുവാനും സാക്ഷിക്കുവാനും ഞങ്ങൾ ഒരുക്കണമേ എന്ന് ഞങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രഖ്യാപിച്ചപ്പോൾ കൃപയുണ്ടായി എന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവേ, ഈ കാലഘട്ടത്തിൽ കൃപ ഞങ്ങൾക്ക് ആവശ്യമാണ്, ഇല്ലെങ്കിൽ തകർന്നു പോകും. ആ ഒരു സിറ്റുവേഷനിലാണ്. അങ്ങ് അറിയുന്നു, എല്ലാം അറിയുന്നു. ഞങ്ങൾ ആസ്വദിക്കണമേ. എല്ലാ ജനങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ആരെല്ലാം ഈ ദൂത് കേട്ടുവോ അവരെല്ലാവരും അനുഗ്രഹിക്കപ്പെടുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തതുമായ സകലത്തെയും സൃഷ്ടിച്ചവനായ ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകജാതനായ പുത്രനായ ഏകകർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ സർവ്വലോകങ്ങൾക്കും മുമ്പേ തന്റെ പിതാവിൽ നിന്ന് ജനിപ്പിക്കപ്പെട്ടവൻ, ദൈവത്തിൽ നിന്ന് ദൈവം, പ്രകാശത്തിൽ നിന്ന് പ്രകാശം, സത്യത്തിൽ നിന്ന് സത്യവും, ജനിപ്പിക്കപ്പെട്ടവൻ, ഉണ്ടാക്കപ്പെട്ടവനല്ല, പിതാവിന്റെ ഏകദൈവത്തോളം അവനാണ് സർവ്വമുണ്ടായി. അവൻ മനുഷ്യരായ നമുക്കും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിൽ അവതരിച്ച് മനുഷ്യനായിത്തീർന്നു. പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. അവൻ കഷ്ടപ്പെട്ടു, അടക്കപ്പെട്ടു. തിരുവെഴുത്തിൽ പ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു. സ്വർഗ്ഗത്തിലേക്ക് കയറി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിക്കാൻ മഹത്വത്തോടെ വീണ്ടും വരും. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല. കർത്താവ് ജീവിപ്പിക്കുന്നവനും പിതാവിനും പുത്രനും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് മഹത്വപ്പെടുന്നവനും പ്രവാചകന്മാരുടെ രക്ഷകനുമായ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു. കാത്തോലിക്ക അപ്പോസ്തലികമായ ഏകവിശ്വാസത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏക ബപ്തിസ്മയെ ഞാൻ അനുസരിക്കുന്നു. മരിച്ചവരുടെ ഉത്ഥാനത്തിനും വരുവാനുള്ള ലോകത്തിലെ ജീവനും ഞാൻ കാത്തിരിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി അല്പസമയം നമ്മുടെ തലകളെ വണക്കാം. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഞങ്ങൾ ഏവരെയും അങ്ങയുടെ ചിറകിൻ മറവിൽ കാത്തു പരിപാലിച്ച വൻകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കാം. സഭാധ്യക്ഷനെ കുടുംബമായി അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.
സലീല കൊച്ചുമ്മയ്ക്ക് കൊടുത്ത വിടുതലിനായി സ്തോത്രം ചെയ്യുന്നു. സഭാവിശ്വാസികളെ വ്യക്തികളായും കുടുംബങ്ങളായും ഓർക്കുന്നു. ഓരോരുത്തരുടെയും ആവശ്യങ്ങളിൽ അങ്ങ് നല്ല നടത്തിപ്പുകാരനായി കൂടെയുള്ളതിനായി നന്ദി കരയറ്റുന്നു. ചർച്ച് ക്വയർ, സൺഡേ സ്കൂൾ, വിമൻസ് ഫെലോഷിപ്പ്, യൂത്ത് ഫെലോഷിപ്പ്, ചർച്ച് കമ്മിറ്റി, ബിൽഡിംഗ് കമ്മിറ്റി എന്നീ സഭാ വിഭാഗങ്ങൾക്കായി പ്രാർത്ഥിക്കാം. നമ്മുടെ ആരാധനാലയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേരിടുന്ന തടസ്സങ്ങളുടെ നീക്കുപോക്കിനായി പ്രാർത്ഥിക്കാം. യുവജനങ്ങളെയും പഠിക്കുന്ന കുഞ്ഞുങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. കോവിഡ് വ്യാപനം ഇത്രത്തോളം ഉയർന്നിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ ദേശത്തെയും ജനങ്ങളെയും മുറ്റുമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. രോഗബാധിതരായിരിക്കുന്നവർ, മറ്റു പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, സാമ്പത്തികമായും ജോലി സംബന്ധമായും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ എന്നിവരെയും അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിമ്മു ആന്റി, ഗ്രേസ് ആന്റി എന്നിവരെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വേർപാടിന്റെ ദുഃഖത്താൽ വിഷമിക്കുന്നവരുടെ സമാധാനത്തിനായി പ്രാർത്ഥിക്കാം. റീനമാമയെ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. താഴെയുള്ള ഓരോ അപേക്ഷകൾക്കും പിന്നാലെ കർത്താവെ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. മേലിൽ നിന്നുള്ള സമാധാനത്തിന് വേണ്ടിയും നമ്മുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ലോക സമാധാനത്തിന് വേണ്ടിയും ദൈവത്തിന്റെ വിശുദ്ധ സഭയുടെ ക്ഷേമത്തിന് വേണ്ടിയും സകല മനുഷ്യരുടെയും ഐക്യത്തിന് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. സഭാ മേലധ്യക്ഷന്മാർക്ക് വേണ്ടിയും എല്ലാ ശുശ്രൂഷകർക്ക് വേണ്ടിയും വിശേഷാൽ നമ്മുടെ മോഡറേറ്റർക്ക് വേണ്ടിയും ഉത്തരേന്ത്യാ സഭയുടെ മോഡറേറ്റർക്ക് വേണ്ടിയും മാർത്തോമ സഭയുടെ മെത്രാപോലിത്തയ്ക്ക് വേണ്ടിയും നമ്മുടെ ബിഷപ്പിന് വേണ്ടിയും അവർ ശുദ്ധ ഹൃദയത്തോടും നല്ല മനസാക്ഷിയോടും കൂടെ തങ്ങളുടെ ശുശ്രൂഷയെ നിവർത്തിക്കേണ്ടതിന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തെ എല്ലാ ഭരണാധികാരികൾക്ക് വേണ്ടിയും അധികാരത്തിലുള്ള മറ്റെല്ലാവർക്കും വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. രോഗികൾക്കും കഷ്ടപ്പെടുന്നവർക്കും ദുഃഖിതർക്കും മരിക്കാറായവർക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അഗതികൾക്കും വിശന്നിരിക്കുന്നവർക്കും അനാഥർക്കും വിധവമാർക്കും പീഡ അനുഭവിക്കുന്നവർക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ചവന്റെ സദ്ഗുണങ്ങൾ ഘോഷിക്കുവാൻ നമുക്ക് വേണ്ടി ക്രിസ്തുവിന്റെ നാമം ഏറ്റുപറയുന്ന ഏവർക്കു വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഈ ഭൂമിയിൽ ദൈവത്തെ സേവിച്ച് ഇപ്പോൾ വിശ്രമിക്കുന്ന എല്ലാ ദൈവഭക്തരോടും കൂടെ തന്റെ അന്തമില്ലാത്ത സന്തോഷത്തിന്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുന്നതിനായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സകല ജ്ഞാനത്തിന്റെയും ഉറവയാകുന്ന ദൈവമേ, ഞങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങൾ നീ ഗ്രഹിച്ചിരിക്കുന്നു. ചോദിക്കുന്നതിലുള്ള ഞങ്ങളുടെ അജ്ഞതയും നീ അറിയുന്നു. ഞങ്ങളുടെ അയോഗ്യത മൂലം പല കാര്യങ്ങളും നിന്നോട് ചോദിക്കുവാൻ ഞങ്ങൾ തുനിയുന്നില്ല. ഞങ്ങളുടെ അന്ധത മൂലം പല ആവശ്യങ്ങളും തിരുമുമ്പാകെ സമർപ്പിക്കുവാൻ കഴിയുന്നതുമില്ല. എന്നാൽ ഞങ്ങളുടെ ബലഹീനതകളിൽ മനസ്സലിവുണ്ടായി ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ യോഗ്യത മൂലം ഞങ്ങൾക്ക് തരുവാൻ ഇഷ്ടമുണ്ടാകണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. General Thanksgiving. Almighty God, Father of all mercies, we thine unworthy servants do give thee most humble and hearty thanks for all thy goodness and loving kindness to us and to all men. We bless thee for our creation, preservation, and all the blessings of this life, but above all, for thine inestimable love in the redemption of the world by our Lord Jesus Christ, for the means of grace and for the hope of glory. And we beseech thee, give us that due sense of all thy mercies, that our hearts may be unfeignedly thankful, and that we show forth thy praise, not only with our lips, but in our lives, by giving up ourselves to thy service, and by walking before thee in holiness and righteousness all our days, through Jesus Christ our Lord, to whom with thee and the Holy Spirit be all honor and glory, world without end. Amen. Glory be to God. Welcome one and all in the precious name of our Lord and Savior, Jesus Christ. Let us all together thank our beloved Lord Jesus Christ, for He has healed our Kochamba and she is back home. Thank you, Lord. Last week, Tuesday, Mr. David Jacob, father of Mrs. Rena Alfred, passed away in Calicut due to age-related complications. He was 90 years old.
Also request you to uphold the family of our civil area chairman, Reverend Christy Rajkumar, who succumbed to COVID last week. May I request prayers for other Achins who are also recovering and battling COVID. Please continue to pray for our project, for the welfare and upkeep of our beloved elders, children, and all the facets of our church. Thank you, Achin and Rejoin family, for helping us put this worship together. Thank you. God bless us all. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരേണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. പൂർണ്ണമായ വിശ്വാസത്തോടുകൂടിയും ദൈവത്തിൽ സ്വർഗീയമായ സമാധാനം ലഭിക്കുമെന്നുള്ള ആ താല്പര്യത്തോടുകൂടിയും നമുക്ക് ദൈവത്തിൻ്റെ കൃപയുടെ ആശീർവാദം സ്വീകരിക്കാം. സർവശക്തന്റെ കരുണയുള്ള കൃപയിലും കാവലിലും ഞങ്ങൾ നിങ്ങളെ വരമേൽപ്പിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. കർത്താവ് തിരുമുഖം നമ്മുടെ മേൽ പ്രകാശിപ്പിച്ച് നമ്മളോട് കൃപയുള്ളവനാകട്ടെ. കർത്താവ് തിരുമുഖം നമ്മുടെ മേൽ ഉയർത്തി നമുക്കെല്ലാവർക്കും സമാധാനം നൽകുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ കൃപയും സമാധാനവും നാം എല്ലാവരോടും, പ്രത്യേകിച്ച് ഈ ലോകത്തോടും ദുഃഖത്തിലും വേദനയിലും ഇരിക്കുന്നവരോടും മരണദുഃഖങ്ങളിലായിരിക്കുന്ന കുടുംബങ്ങളോടും ഈ ലോകത്തോടും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.